الحمد لله الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين. إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെയാണ് നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും
പുതുവത്സരാശംസകൾ അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് 1446 ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഹിജ്റയെ അനുസ്മരിക്കുകയും മുഹറം മാസത്തെ അനുഭവിക്കുകയും കർബലയുടെ ദുഃഖകരമായ ഓർമ്മകളിലൂടെ കടന്നുപോവുകയുമാണ് ലോകത്തുള്ള മുസ്ലിങ്ങൾ ചെയ്യുക. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് വർഷത്തിന്റെ ആരംഭം മുഹറം മാസത്തിലൂടെയാണ്. ഈ മാസത്തിന് ഇതര മാസങ്ങളെക്കാൾ സവിശേഷതയുണ്ട്. അതിലൊന്നാമത്തേത് ഇത് 4 പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രസ്താവിച്ചിട്ടുള്ളതനുസരിച്ച് ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 മാസങ്ങളുടെ എണ്ണം അല്ലാഹുവിന്റെ അടുത്ത് 12 ആകുന്നു. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം മുതൽ അതങ്ങനെയാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാകുന്നു. ദാലിക ദീനുൽ ഖയ്യിം, ആ പവിത്രത ദീനിന്റെ ഭാഗമായി നൽകപ്പെട്ടിട്ടുള്ള പവിത്രതയാണ്. അതാണ് ചൊവ്വായ ദീൻ എന്നാണ് അല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നത്. പൊതുവിൽ ഈ 4 മാസങ്ങൾ പവിത്രമാകുന്നതിന്റെ അനന്തരഫലം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം എന്താണ് എന്ന് ചോദിച്ചാൽ ഫലാ തള്ളിമു ഫീഹിന്ന അൻഫുസകും, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങളോട് സ്വയം അക്രമം ചെയ്യരുത് എന്നാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. അങ്ങനെയുള്ള 4 മാസങ്ങളിൽ പ്രത്യേകമായ സവിശേഷതയുള്ള മാസമാണ് മുഹറം മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുസ് സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ പവിത്രമായ മാസത്തിലുള്ള നോമ്പാണ്, മുഹറം മാസത്തിലുള്ള നോമ്പാണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുഹറം മാസത്തിൽ പൊതുവിൽ നോമ്പുകൾ ഇതര മാസങ്ങളിലെ നോമ്പുകളെക്കാൾ ശ്രേഷ്ഠമാണ് റമദാൻ കഴിച്ചാൽ തന്നെ. അതേസമയത്ത് ആ മാസത്തിൽ മുഴുവനായി നോമ്പനുഷ്ഠിക്കുക എന്ന ചര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടായിട്ടില്ല, സഹാബികളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആ മാസത്തിൽ പരമാവധി നോമ്പനുഷ്ഠിക്കാനുള്ള ഒരു പ്രേരണ എന്നുള്ള നിലക്കാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ മാസത്തിലെ 10-ാം തീയതി മുഹറം 10 ആശൂറ എന്നറിയപ്പെടുന്ന ദിവസം, അതിലുള്ള നോമ്പിന് കൂടുതൽ സവിശേഷതയുണ്ട്. ആ നോമ്പ് ദീനിൽ നിയമമാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യം, ഒന്ന്, റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നോമ്പെടുക്കാൻ ശ്രദ്ധിച്ചിരുന്നത് മുഹറം മാസത്തിലായിരുന്നു. റമളാൻ മാസത്തിലെ നോമ്പ് പോലെ നിർബന്ധം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലത്ത് നബിയും സഹാബികളും
മുഹറം മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ ഫർളാക്കപ്പെട്ട നോമ്പിന് റമദാൻ നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ആ മാസത്തിന്റെ പുണ്യവും ശ്രേഷ്ഠതയും പരിഗണിച്ചതിൽ നോമ്പ് നിലനിർത്തുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കുകയും അതിന് പ്രേരണ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ വന്നതനുസരിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ ജൂതന്മാർ മുഹറം 10 അന്ന് ആശൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. റസൂൽ അവരോട്, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, ഇതിപ്പോ എന്താണ്, നിങ്ങളിങ്ങനെ നോമ്പ് നോൽക്കുന്ന ഈ ദിവസം ഏതാണ്, അതിന്റെ പുണ്യം എന്താണ് എന്ന് റസൂൽ അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇത് വളരെ മഹത്തായ ഒരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, ഈ ദിവസത്തിന്റെ സവിശേഷത അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തിലൂടെ അത്യത്ഭുതം കാണിച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിന്റെ സമുദായത്തെയും ബനൂ ഇസ്രായേലിനെയും രക്ഷപ്പെടുത്തുകയും വഅഗ്റഖ ഫിർഔന വഖൗമഹു, ഫിർഔനെയും അവന്റെ സമുദായത്തെയും അവന്റെ കൂട്ടാളികളെയും മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ്. ഫസ്വാമഹു മൂസ ശുക്രൻ, അങ്ങനെ രക്ഷപ്പെടുത്തിയതിന്റെയും ശത്രുവിനെ നശിപ്പിച്ചതിന്റെയും നന്ദി സൂചകമായി മൂസാ നബി അലൈഹിസ്സലാം പിന്നീട് ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഫനഹ്നു നസൂമുഹു, മൂസാ നബിയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങളും ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണ് എന്നാണ് മദീനയിലെ ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലിന്റെ പ്രതികരണം, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, മൂസാ പ്രവാചകനോട് നിങ്ങളെക്കാൾ കടപ്പാടും ബാധ്യതയും അവകാശവുമുള്ളവർ ഞങ്ങളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും സഹാബത്തിനോട് ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ അങ്ങനെ ഹദീസ് കൊണ്ട്, സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വളരെ പ്രബലമായ സുന്നത്തായ ഒരു നോമ്പാണ് മുഹറം 10 നോമ്പ്. വേറെ റിപ്പോർട്ടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ചരിത്രരേഖകളും പറയുന്നതനുസരിച്ച് ജൂതന്മാർ മാത്രമല്ല, ക്രിസ്ത്യാനികളും അതല്ലാത്ത മതവിഭാഗക്കാരും ജാഹിലിയ കാലഘട്ടത്തെ മുശ്രിക്കുകളടക്കം മുഹറം 10 നോമ്പനുഷ്ഠിക്കൽ പതിവാക്കിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ വിവിധ മതങ്ങൾക്കിടയിൽ, വിവിധ സംസ്കാരങ്ങൾക്കിടയിൽ ഇസ്ലാം ഒരു കാര്യത്തെ ഏറ്റെടുക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമാവുക എന്നത് ഇസ്ലാമിന്റെ ഒരടിസ്ഥാന പ്രകൃതമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അടുത്ത വർഷം മുഹറം 9 അന്നുകൂടി നോമ്പനുഷ്ഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന നിർദ്ദേശം, സുന്നത്ത് നോമ്പ്, മുഹറമിലെ സുന്നത്ത് നോമ്പ് മുഹറം 10 മാത്രം പരിമിതപ്പെടുത്താതെ ഏറ്റവും അഫ്ളലായ രൂപം 9-നും 10-നും നോമ്പനുഷ്ഠിക്കുക, അതല്ലെങ്കിൽ 10-നും 11-നും നോമ്പനുഷ്ഠിക്കുക എന്ന രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഒരു കാര്യം, അള്ളാഹു അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും അനുഗ്രഹീതമാക്കുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അർഹരായി തീരുന്നതിനു വേണ്ടി, സൽക്കർമ്മങ്ങളുടെ പുണ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി
സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലവും പുണ്യവും ലഭിക്കുന്ന സീസണുകൾ പ്രഖ്യാപിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സീസണാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക് വരുന്നതിനിടയിൽ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് നന്മകളുടെ പുണ്യങ്ങളുടെ മറ്റൊരു സീസൺ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമാകുന്നു എന്നതാണ് ഈ മുഹറം മാസത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. മുഹറം മാസത്തിന്റെ അല്ലെങ്കിൽ ആശൂറ ദിനത്തിന്റെ സവിശേഷതയായി സഹീഹായ ഹദീസിൽ ആ നോമ്പിന് തന്നെ കാരണമായിട്ട് സഹീഹായ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യം, മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേൽ സമുദായവും ഫിറഔനിന്റെ കൂട്ടാളികളുടെയും കിരാതമായ അടിമത്തത്തിൽ നിന്നും മർദ്ദന പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നതാണ് അതിന്റെ കാരണമായി പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതലായി പരാമർശിച്ചിട്ടുള്ള പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വിവിധ ആംഗിളുകളിൽ നിന്നുകൊണ്ട് കഥ പറഞ്ഞിട്ടുള്ള, ചരിത്രം പറഞ്ഞിട്ടുള്ള പ്രവാചകൻ, അതാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ഖുർആനെ മുൻനിർത്തുമ്പോഴുള്ള സവിശേഷത എന്ന് പറയുന്നത്. വളരെ സാമാന്യം ദീർഘമായി വിശദാംശങ്ങളോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ പല സൂറത്തുകളിലായി ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏറ്റവും ഒടുവിൽ ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ വിമോചനം മൂസാ നബി അലൈഹിസ്സലാം സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം ലോകത്തെ വിസ്മയിപ്പിക്കുന്നതാണ്. എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യ സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന, ഈ ലോകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ചരിത്രമാണത്. ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഒരു സമുദായം, ആ സമുദായത്തിൽ ജനിക്കേണ്ടി വന്ന ഒരാൾ സയ്യിദ് മൗദൂദി റഹിമഹുല്ലാ ആ ചരിത്രം വിശകലനം ചെയ്യുന്നിടത്ത് എന്തിനാണ് ഈ ചരിത്രം പറയുന്നത് ഖുർആൻ എന്നതിന്റെ വിശകലനത്തിൽ സയ്യിദ് മൗദൂദി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്കും, ഒരു ഭാഗത്ത് വിശ്വാസികൾക്കും മറുഭാഗത്ത് ആ വിശ്വാസികളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഖുറൈശികൾക്കും വലിയ പാഠമാകാൻ വേണ്ടിയാണ്. ആ പാഠം എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസികൾക്കുമുള്ള പാഠം, നിങ്ങളുടെ അത്രയൊന്നും സമൂഹത്തിൽ അംഗീകാരവും സ്വാധീനവുമില്ലാതിരുന്ന ഒരാളായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, മക്കയിലെ ഏറ്റവും പ്രമുഖമായ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഗോത്രമായിരുന്നു ഖുറൈശി ഗോത്രം. ആ ഖുറൈശി ഗോത്രത്തിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ള കുടുംബമായിരുന്നു ബനൂ ഹാഷിം കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏറ്റവും പ്രബലമായ ഒരു ഗോത്രത്തിൽ, ഏറ്റവും സ്വാധീനമുള്ള ഒരു കുടുംബത്തിൽ ഒരംഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും തന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഈ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ആ നാട്ടിലുള്ള പേരും പെരുമയും സ്ഥാനവും ചെറിയ അർത്ഥത്തിലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആനുകൂല്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് നബിയുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് പ്രധാനമായും മക്കയിലെ ഖുറൈശികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് സ്വന്തക്കാർ തന്നെയാണ് ശത്രുക്കൾ എന്നതിന്റെ ഒരു ആനുകൂല്യവും ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നു. ഖുറൈശികൾ വളരെ പ്രബലമായിരുന്നു, എല്ലാ അർത്ഥത്തിലും അവർ പ്രബലരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും അപേക്ഷിച്ച് വളരെ പ്രബലരായിരുന്നു അവർ. അങ്ങനെ ഇരിക്കെ അള്ളാഹു പഠിപ്പിക്കുന്നത്, വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സന്ദേശം, നിങ്ങളുടെ അത്ര പോലും സമൂഹത്തിൽ പേരും പെരുമയും സ്വാധീനവും അംഗീകാരവുമില്ലാത്ത ഒരു അടിമ സമുദായത്തിൽ
ജനിച്ച് ജീവിക്കേണ്ടി വന്ന മൂസ പ്രവാചകന്റെ ജീവിതവും ഒടുവിൽ അദ്ദേഹം ആ സമുദായത്തെ വിമോചിപ്പിച്ച് വിജയം നേടിയെടുത്തതിന്റെയും ചരിത്രം നിങ്ങൾ അറിയുക. ആ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ശുഭപ്രതീക്ഷകൾ നെയ്തെടുക്കുക. അതുകൊണ്ട് മർദ്ദന പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസ ജീവിതത്തിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പതറുന്നതിന് പകരം, പിൻവലിയുന്നതിന് പകരം, നിരാശ ബാധിക്കുന്നതിന് പകരം നിങ്ങൾ മൂസ പ്രവാചകനെയും ബനൂ ഇസ്രായേൽ സമുദായത്തെയും അടുത്തറിയുക. അവർ അവസാനം വിമോചിപ്പിക്കപ്പെടുകയും അവരുടേതായ ഒരു സ്വയം അസ്തിത്വമുള്ള ഒരു ജീവിതത്തിലേക്ക് മാറ്റപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. മറുഭാഗത്ത് ഖുറൈശികൾക്കുള്ള താക്കീതാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര വമ്പന്മാരായാലും ഫിർഔനിന്റെ സൈന്യത്തോളവും ഫിർഔനിന്റെ കൂടെയുണ്ടായിരുന്ന പ്രബലമായ ഒരു സമൂഹത്തോളവും വരില്ല നിങ്ങൾ. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാന്റെ ദീനിന്റെ മാർഗ പേരിൽ ശത്രുത വെച്ചു പുലർത്തുമ്പോൾ നിങ്ങളെക്കാൾ എല്ലാം കൊണ്ടും പ്രബലമായിരുന്ന ഫിർഔനും കൂട്ടർക്കും സംഭവിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ എന്താണ് എന്ന് നിങ്ങളൊന്ന് അറിയണം. അതേ പരിണിതി തന്നെയാണ് നിങ്ങൾക്കും വരാൻ പോകുന്നത് എന്ന താക്കീതാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഖുറൈശികളിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളിലേക്ക് പ്രബോധനം ചെയ്യുന്നത് എന്നതാണ് അതിന്റെ ശ്രദ്ധേയമായ കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കടുത്ത പ്രതിസന്ധികൾക്ക് നടുവിലും നമുക്ക് വേണ്ടി ഒരു ചെങ്കടൽ പിളരാനുണ്ട് എന്ന പ്രതീക്ഷ, നമുക്ക് വേണ്ടി ചൂടും കത്തലും ആകുന്നതിന് പകരം നമുക്ക് വേണ്ടി തണുപ്പും സമാധാനവുമാകാൻ ഒരഗ്നികുണ്ഡം ഒരുക്കപ്പെടാനുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ആത്മധൈര്യം വിശ്വാസി സമൂഹത്തിന് പകരുക എന്നതാണ് ഈ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്ന് പറയുന്നത്. പക്ഷേ അവിടേക്ക് നമ്മൾ അള്ളാഹുവിന്റെ സഹായം അങ്ങനെ തളികയിലെന്ന പോലെ ഏറ്റുവാങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ മുറിച്ചു കടക്കേണ്ടുന്ന വളരെ ദുർഘടമായ ഒരു പാതയുണ്ട്. ആ പാത എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന മാർഗത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാമയെ പെട്ടെന്ന് വിമോചനം സാധ്യമാക്കി അള്ളാഹു രക്ഷപ്പെടുത്തിയതല്ല. മൂസാ നബി അലൈഹി സ്വലാമയെ അള്ളാഹു ആദ്യമായി നിയോഗിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് അൽ ഖൗമുൽ ളാലിമീൻ എന്ന് വിശേഷിപ്പിച്ച അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ്. അൽ ഖൗമുൽ ളാലിമീൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഫിർഔനും സംഘവും അവരുടെ അടുത്തേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമയെ നിയോഗിക്കുന്നത്. ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ വിമോചനമാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ യഥാർത്ഥത്തിലുള്ള ഉന്നം. അതാണ് അദ്ദേഹം ഫിർഔനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ആവശ്യപ്പെടാൻ അദ്ദേഹം കയ്യിൽ കരുതിയത് ആയുധങ്ങളായിരുന്നില്ല, മറിച്ച് ആശയം കൊണ്ട് ഫിർഔനെയും കൂട്ടരെയും കീഴടക്കാനുള്ള പ്രബോധന ആയുധങ്ങളുമായാണ്, പ്രബോധനത്തിനുള്ള ടൂളുകളുമായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പോകുന്നത്. അതുകൊണ്ട് ഫിർഔന്റെ അടുത്തേക്ക് പോവുക, പ്രബോധനം നിർവഹിക്കുക എന്ന് അള്ളാഹ് പറയുമ്പോ അക്കൂട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അവനോട് പോയിട്ട് അൻ അർസിൽ മഅയ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ സമുദായത്തെ എന്റെ കൂടെ വിമോചിപ്പിച്ചു തരണം, എന്റെ കൂടെ വിട്ടു തരണം എന്ന് ആവശ്യപ്പെടണം എന്ന് അള്ളാഹ് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിർദ്ദേശിച്ചപ്പോഴും മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ആ ദൗത്യ നിർവഹണത്തിൽ തനിക്ക് സംഭവിച്ചേക്കാവുന്ന ദൗർബല്യത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തുമ്പോൾ, അല്ലാഹുവേ എനിക്ക് കായിക ബലമില്ല, അതുകൊണ്ട് ഞാൻ തോറ്റുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്റെ കയ്യിൽ ആയുധങ്ങളില്ല, അതുകൊണ്ട് ഞാൻ തോറ്റുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്റെ കൂടെ വലിയ ആൾക്കൂട്ടവും സൈന്യവുമില്ല, അതുകൊണ്ട് ഞാൻ തോറ്റുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നതല്ല മൂസാ നബി അലൈഹിസ്സലാമയുടെ പരാതി. അള്ളാഹുവോട് മൂസാ നബി അലൈഹി സ്വലാം പരാതി പറഞ്ഞിട്ടുണ്ട്, ആശങ്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ആശങ്ക
എനിക്ക് എന്റെ നാക്കുകൊണ്ട്, എന്റെ വായ കൊണ്ട് ശരിയാവണ്ണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും എന്ന ആശങ്ക മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ കൊന്നുകളഞ്ഞേക്കും എന്ന ഭയം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പരാതിയായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നാക്കിന് വഴക്കമില്ല, അതുകൊണ്ട് പ്രബോധനത്തിൽ ഏറ്റവും പ്രധാനം ആശയങ്ങൾ വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കുക, വാക്കുകൾ കൊണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന സ്വഭാവത്തിൽ, അത് ശത്രുവാണെങ്കിലും അവന് മനസ്സിലാകുന്ന സ്വഭാവത്തിൽ അത് പ്രകാശിപ്പിക്കുക എന്നതാണ് പ്രധാനം. എന്റെ നാക്കിന് അങ്ങനെ വഴക്കമില്ല. അതുകൊണ്ട് എന്റെ സഹോദരൻ ഹുവ അഫ്സഹു മിന്നി, എന്റെ സഹോദരൻ ഹാറൂൻ എന്നെക്കാൾ വാക്ചാതുരിയുള്ളയാളാണ്. വ അർസിൽ ഇലൈഹി, അതുകൊണ്ട് അവനിലേക്ക് കൂടി ഈ പ്രവാചകത്വത്തിന്റെ ഉത്തരവാദിത്വം ഒന്ന് നിയോഗിക്കണം എന്നാവശ്യപ്പെടുകയാണ് മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ആയുധം എന്ന് പറയുന്നത് ഫിർഔനെ അഭിമുഖീകരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഭയപ്പെട്ടത് ആയുധശേഷിയിലുള്ള കുറവിനെ കുറിച്ചല്ല, തനിക്ക് ആശയപ്രകാശനത്തിന് കഴിവുണ്ടാകണം, ആ കഴിവിൽ തനിക്കുള്ള പരിമിതിയെക്കുറിച്ചുള്ള ആശങ്കയാണ് മൂസാ നബി അലൈഹി സ്വലാം പ്രകടിപ്പിച്ചത് എന്നതാണ്. പിന്നീട് നേരത്തെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അവരെന്നെ കൊന്നുകളയും എന്ന ഭയം മൂസാ നബി അലൈഹി സ്വലാം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ തെറ്റിന് ഒരു സാമുദായിക സ്വഭാവത്തിൽ, ഞാൻ എന്റെ സമുദായത്തിൽ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്, അതുകൊണ്ട് അതെന്റെ റൈറ്റാണ് എന്ന് പറഞ്ഞ് ഒരു പ്രബോധിത സമൂഹത്തിന്റെ മുമ്പിൽ, അതും ലോകത്തെ ഏറ്റവും വലിയ ഒരു ഫാസിസ്റ്റിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയല്ല മൂസാ നബി അലൈഹി സ്വലാം ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വഴികേടിലായിരുന്ന ഒരു കാലത്ത് എനിക്ക് സംഭവിച്ച സാമുദായിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധമായിരുന്നു എന്ന് തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഫിർഔനോട് പ്രബോധനം ആരംഭിക്കുക എന്ന സമീപനമാണ് മൂസാ നബി അലൈഹി സ്വലാം സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ആ പ്രബോധന പ്രവർത്തനത്തിലൂടെ ഫിർഔനെയും കൂട്ടരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തിനിടയിൽ അങ്ങനെ ഫാസിസ്റ്റായ ആ ഭരണാധികാരിയും ഭരണകൂടവും ഈ നിലവിൽ തന്നെയും ദുർബലരാക്കപ്പെട്ട ഈ സമുദായത്തിലെ പ്രവാചകനെ ദുർബലപ്പെടുത്താൻ, അയാളെ പരാജയപ്പെടുത്തി കളയാൻ സകല സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നാട്ടിലുള്ള സകല മാരണക്കാരെയും വിളിച്ചു ചേർത്തിട്ട് ഇസ്ലാമിനെതിരെയുള്ള, പ്രവാചകനെതിരെയുള്ള ഒരു വലിയ മത്സരം, ഇതോടുകൂടി ഇസ്ലാമിനെ തീർത്ത് കളയാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ മത്സരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മൂസാ നബി അലൈഹിസ്സലാം താൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാമക്ക് സാധ്യമാകുന്നു. നേരെ വിപരീത ഫലം. ഭരണകൂടം, ഫിർഔൻ എന്താണോ പ്രതീക്ഷിച്ചത്, ഒരു ക്ഷണികമായ നിമിഷത്തിലാണ് സംഭവിക്കുന്നത്. എല്ലാവരും കരുതിയത് മൂസാ നബി അലൈഹിസ്സലാം തോറ്റുപോകുമെന്ന്, മാരണക്കാർ മൂസാ നബിയെ തോൽപ്പിച്ച് അസത്യത്തെ വാഴ്ത്തുമെന്ന്, ഫിർഔനിന്റെ പേരും പെരുമയും കാത്തുസൂക്ഷിക്കുമെന്ന് ഒക്കെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഒരു ക്ഷണിക നേരം കൊണ്ട് കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. മാരണക്കാർക്ക് സത്യം ബോധ്യപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഇത് സാധാരണയുള്ള മാരണപ്രയോഗമല്ല, ഇത് മനുഷ്യന്റെ കഴിവിന്റെ പരിധിയിൽപ്പെടാത്ത അമാനുഷികമായ ശേഷിയാണ് എന്നവർക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾ മൂസയും ഹാറൂനും വിശ്വസിച്ച അതേ അള്ളാഹുവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു. ഭീഷണികളുണ്ടായി. പക്ഷേ ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ, ഫിർഔന് വഴങ്ങാതെ, നീ ഈ ഭൂമിയിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തോ, ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിധി നടത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള വിശ്വാസം ക്ഷണിക നേരം കൊണ്ട് സത്യം ബോധ്യപ്പെട്ട് ആ കൂട്ടർക്കുണ്ടായി. അങ്ങനെയുള്ള ഒരു മാറ്റത്തിന്റെ അനന്തരഫലം കൂടിയാണ് മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിലൂടെ രക്ഷപ്പെട്ടു പോയത്, അതേ വഴിയിൽ കടന്നു വന്ന് ഫിർഔൻ ചത്തൊടുങ്ങിയത് എന്നതാണ് ചരിത്രം. ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികളിലും ഏതൊക്കെ വെല്ലുവിളികളിലുമാണ് നമ്മൾ ഉള്ളത് എങ്കിലും
നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ക്ഷണിക നേരം കൊണ്ട് ഇവിടെ കാര്യങ്ങൾ മാറിമറിയുമെന്ന്, അള്ളാഹുവിന്റെ വ്യവസ്ഥകൾ തന്നെ അട്ടിമറിക്കപ്പെട്ട് വിശ്വാസികൾക്ക് അവരർഹിക്കുന്ന വിജയവും സഹായവും വന്നെത്തിച്ചേരുമെന്നതിന്റെ വലിയ പാഠമാണ് മുഹറം 10 ഓർമ്മകൾ എന്ന് പറയുന്നത്. ആ മുഹറം 10 ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികൾക്ക് അങ്ങനെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള വിജയങ്ങൾക്ക് നന്ദി സൂചകമായും ഇനിയും വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് അത്തരത്തിലുള്ള വിജയങ്ങളും സഹായങ്ങളും വന്നു ചേരാനിരിക്കുന്നു എന്ന ശുഭപ്രതീക്ഷയും കൊണ്ട് ആ 2 കാര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഉള്ള നോമ്പ് നോൽക്കലാണ് യഥാർത്ഥത്തിൽ മുഹറം 10 അല്ലെങ്കിൽ മുഹറം 9 10 നമ്മുടെ നോമ്പനുഷ്ഠാനം എന്ന് പറയുന്നത്. ആത്മീയമായ ആരാധന എന്നുള്ള തലത്തിൽ ഉള്ള ഒരു ന്യായം അതിനുള്ളതോടൊപ്പം തന്നെ ചരിത്രപരമായി അല്ലെങ്കിൽ ഈ ലോകത്തെ, ഈ ഭൂമിയിലെ, ഈ ജീവിതവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ അനിവാര്യമായ ഒരു നടപടിക്രമത്തിന്റെ സ്മരണ എന്നുള്ള നിലക്കുള്ള ഒരു തലം കൂടി അതിനുണ്ട് എന്ന് റസൂലിന്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ ചരിത്ര പാഠങ്ങളിൽ നിന്ന്, ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഊർജം സംഭരിക്കുവാൻ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ജാഗ്രതയും പ്രതിബദ്ധതയും പുലർത്താൻ അല്ലാഹു നമുക്ക് തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أعز الإسلام والمسلمين. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصرهم على أعدائهم أجمعين. اللهم انصر إخواننا المظلومين المستضعفين في فلسطين. اللهم أطعم جائعهم واسق عاطشهم واحمل حافيهم. اللهم تقبل شهداءهم. اللهم داو جرحاهم. اللهم ارحمهم أجمعين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر. لا إله إلا الله.